പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നമ്മുടെ വാക്കുകൾ വളരെ ശക്തിയേറിയതാണ്. നമ്മൾ എത്രത്തോളം ദൈവവചനത്തെ പഠിച്ചു, മനസ്സിലാക്കി, തിരിച്ചറിഞ്ഞു, മനഃപ്പാഠവാക്യമാക്കി, അതിനല്ല പ്രസക്തി. നിങ്ങൾ ഒരുപാട് വചനം കേട്ടു, അത് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുന്നിടത്തോളം ദൈവവചനത്തിന്റെ ശക്തി പ്രകടമാകും. നിങ്ങൾ അറിയുന്നതല്ല, അറിയുന്ന വാക്കുകളല്ല, നിങ്ങൾ അറിയുന്ന വചനമല്ല ശക്തിയുള്ളത്, നിങ്ങൾ പറയുന്ന വചനമായി ശക്തിയുള്ളത്. അതുകൊണ്ട് നമുക്കറിയാം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കർത്താവ് പറഞ്ഞപ്പോൾ പ്രവാചകന്മാരും ദൈവദാസന്മാരും വിശുദ്ധന്മാരും അതുകൊണ്ട് പ്രതികരിച്ചു. അതായത് എഗസ്കേൽ പ്രവാചകൻ താഴ്വാരത്ത് നിന്ന് പറഞ്ഞപ്പോ കർത്താവ് ചോദിച്ച ചോദ്യം, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകൻ പറഞ്ഞു, എനിക്കറിയാം. പക്ഷെ കർത്താവ്, നീ പ്രവചിക്കാം. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹോവ പറഞ്ഞതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ. കർത്താവ് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകൻ സാഹചര്യങ്ങളോട് പ്രവചിച്ചു. അതായത് കർത്താവിന് അത്ഭുതം ചെയ്യാനായിട്ട് ശക്തിയുണ്ട്, അവൻ ഇന്നും അത്ഭുതം ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ നാവിനെയാണ്, നമ്മുടെ ശരീരത്തെയാണ് അവൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് സുന്ദര ദേവാലയ ഗോപുരത്തിൽ ഇരുന്നവനെ എഴുന്നേൽപ്പിക്കുന്ന കർത്താവിന്റെ പദ്ധതി. പക്ഷെ പത്രോസിന്റെ ഒരു വാക്ക് അവിടെ വേണം. തബിത എന്ന് പറയുന്ന മരിച്ചു കിടക്കുന്ന സ്ത്രീയെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ റെഡിയാണ്. പക്ഷെ തബിതയെ എഴുന്നേൽക്ക എന്ന് പറയുന്ന പത്രോസിന്റെ ഒരു ശബ്ദം ആവശ്യമുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടുകൾ അത്ഭുതം ചെയ്യാൻ കർത്താവിന് സാധ്യമാണ്. പക്ഷെ അത്ഭുതം വിളിച്ചു പറയാൻ ഒരു നാവ് വേണം. അതാണ് നിങ്ങളുടെ നാവ്. അതുകൊണ്ട് ചുറ്റുപാടുകളെ നോക്കി അത്ഭുതം വിളിച്ചു പറഞ്ഞ് അത്ഭുതം സൃഷ്ടിക്കുന്നവരായി, അത്ഭുതങ്ങളിൽ ജീവിക്കുന്നവരായി മാറാം. അതായത് ആമേൻ, നിങ്ങളുടെ യൂണിവേഴ്സ്, നിങ്ങളുടെ ലോകത്തെ നിങ്ങളുടെ വാക്കുകൊണ്ട് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റും. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ടൊരു ആമേൻ ദിവസം കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.